ഒരു ദുസ്വപ്നം പോലെ മറക്കാനാഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇസ്രായേലിന് ഒക്ടോബർ 7 എന്നേക്കും മായ്ക്കാനാകാത്ത മുറിവ്. 1200 ജീവനുകൾ കശാപ്പ് ചെയ്തും നൂറുകണക്കിനാളുകളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കടത്തിയതും എന്നും മായാതെ മറയാതെ അവരിൽ അവശേഷിക്കും. മോചിപ്പിക്കപ്പെട്ടതിനും കൊല്ലപ്പെട്ടതിനും ശേഷം അവശേഷിക്കുന്ന 58 ബന്ദികളെ തിരികെ ലഭിക്കാനുള്ള ദൗത്യത്തിലാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ഇവർക്കായുള്ള ആഹ്വാന പ്രകടനങ്ങൾ ഈ 600-ാം ദിവസത്തിലും തുടരുകയാണ്. ഇസ്രായേലിലെ ടെല്ലവീവിലെ US എംബസിക്ക് സമീപം മെഡിറ്ററേനിയൻ തീരത്തും ടെല്ലവീവിലെ ഹോസ്റ്റേജസ് സ്ക്വയറിലും ടെല്ലവീവിലെ ജാഫയിലുമുള്ള ക്ലോക്ക് ടവറിലും നൂറുകണക്കിന് ആളുകളാണ് ബന്ദികളുടെ മോചനത്തിനും യുദ്ധവിരാമത്തിനുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഇസ്രായേലിലെ സിക്രോൺ യാക്കോവിലും രമത്ത് അവീവ്, ഹത്തേര, ഹോളോൺ, ഫർസാബ, നഹ്ലാൽ, മോദീൻ, എമക് ഹേഫറിലും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. കൂടാതെ നാൻ മുതൽ സിട്രിയ വരെയുള്ള പ്രധാന പാതയിൽ മനുഷ്യച്ചങ്ങലയും രൂപപ്പെട്ടു. ജെറുസലേമിൽ പ്രത്യേക പ്രാർത്ഥനകൾ മന്ത്രി റോൺ ഡെർമറിന്റെ വീടിനടുത്ത് നടത്തപ്പെടുന്നു. ബന്ധുക്കളുടെ കുടുംബങ്ങൾക്കൊപ്പം ഇസ്രായേൽ പൗരന്മാരായ നിരവധി ആളുകളാണ് അണിനിരന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.